ഇന്നത്തെ വീഡിയോ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ടീപ്പിലിക് എന്ന ബ്രാൻഡിൻ്റെ ടാപ്പോ ഔട്ട്ഡോർ സെക്യൂരിറ്റി ക്യാമറയാണ്. വൈഫൈ ക്യാമറയാണ്. ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് ടാപ്പോ C320WS ആണ്. ഇത് 2K റെസൊല്യൂഷൻ വരുന്നൊരു QHD റെക്കോർഡിങ്ങുള്ളൊരു ക്യാമറയാണത്. ബാക്കിൽ നോക്കി നമുക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് വേറെ കൊടുത്തിട്ടുണ്ട്. 2K QHD ലൈവ് വ്യൂ, ലോക്കൽ ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ്, വയർഡ് ആൻഡ് വയർലെസ് നെറ്റ്വർക്കിംഗ്, പേഴ്സണൽ vehicle detection, sound and light alarm, activity zones, IP60 waterproof, dual powerful antennas, two-way audio. ഇതാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് വരുന്നത്. പ്രൊഡക്റ്റ് കൊടുക്കുന്നത് 1 year വാറണ്ടിയാണ്. അതേപോലെ തന്നെ ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വരുന്നത് നല്ലൊരു അടിപൊളി പാക്കേജിങ്ങിലാണ്. അതായത് ഷെയ്ക്കൊന്നും ആവാത്ത രീതിയിലൊരു പാക്കേജിങ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്ന ഡിവൈസാണ്. ആ ഒരു വൈഫൈ ക്യാമറയാണിത്. വൈറ്റ് കളറിലാണ് ക്യാമറ വരുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് 2 LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട് 2 സൈഡിലായിട്ട്. പിന്നെ ക്യാമറ അടിയിലായിട്ടൊരു സ്റ്റാറ്റസ് LED കൊടുത്തിട്ടുണ്ട്. മൈക്രോ SD കാർഡ് പോർട്ടാണ് താഴെ കാണിക്കുന്നത്. 2 സൈഡിൽ ആൻറ്റിനസ് കൊടുത്തിട്ടുണ്ട്. റേഞ്ച് വൈഫൈ റേഞ്ച് കണ്ടിട്ട് ഈ ആൻറ്റിനസ് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്യാമറയുടെ പൊസിഷൻ നമുക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാ സൈഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് അതിൻ്റെ വയർ വരുന്നത് പവർ കേബിളും അതുപോലെ തന്നെ ഒരു എതർനെറ്റ് കേബിളാണ് വരുന്നത്. എതർനെറ്റ് പോർട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് മാറ്റി വെച്ച് വേറെ എന്തൊക്കെ ബോക്സിൽ വരുന്നത് നോക്കാം. പിന്നെ ബോക്സിൽ വരുന്നത് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു പവർ അഡാപ്റ്ററാണ് ഈ കാണുന്നത്. പവർ അഡാപ്റ്ററിന് ഭയങ്കര ലെങ്ത് ഉണ്ട്. ഈ വയറിന് നല്ല ലെങ്ത് ഉണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ പവർ അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് കൊടുത്തിരിക്കുന്നത് അവർ. ഇതാണ് പവർ അഡാപ്റ്റർ. പിന്നെ വരുന്നത് അതിൻ്റെ വയറിൽ കണക്ട് ചെയ്യാനുള്ളൊരു അറ്റാച്ച്മെൻറ്റാണ്. ഇത് വെള്ളം ഉള്ളിൽ കിടക്കാത്ത രീതിയിൽ അത് കവർ ചെയ്യാനുള്ള അറ്റാച്ച്മെൻറ്റാണ്. ഓക്കെ, ഇങ്ങനെയാണ് അത് ഫിറ്റ് ചെയ്യുന്നത്. അതേ തന്നെ കേബിള് വെള്ളം നനയാണ്ടിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷനാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന് വരുന്നത് മാർക്കർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സാധനം പ്ലഗ് ചെയ്യാൻ വേണ്ടി, അതായത് ചുമരിൽ ഫിറ്റ് ചെയ്യാനുള്ളൊരു മാർക്കറാണ്. നമുക്ക് ജസ്റ്റ് ഇത് ചുമരിൽ വെച്ചിട്ട് നമുക്കത് അവിടെ ഹോൾഡ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് ഡിവൈസ് അവിടെ ഇരിക്കുന്നതാണ് പറയുന്നത് അവർ. അപ്പോൾ അതിനുള്ളൊരു പേപ്പറാണത്. അതിനുശേഷം പിന്നെ വരുന്നത് നമ്മുടെ വാറണ്ടി കാർഡും അതുപോലെ തന്നെ ഡിവൈസ് മാനുവലുമാണ് വരുന്നത്. ഡിവൈസ് മാനുവൽ നമുക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഡിവൈസ് മാനുവൽ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു മാനുവലാണത്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. നമുക്കത് നോക്കി സുഖമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ വീട്ടിലത്തെ ക്യാമറ ഞാൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഞാൻ എൻ്റെ വീഡിയോ കാണിച്ചു തരാം. വളരെ ഈസി പ്രോസസ്സാണ്. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് ഐറ്റംസിൽ വാങ്ങാണ്ടാവും. അത് കഴിഞ്ഞാൽ വളരെ ഈസി പ്രോസസ്സാണ്. അതിൻ്റെ സ്ക്രൂസ് എല്ലാവരും കൊടുത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഈ മൂന്ന് സ്ക്രൂ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് മെയിൻ ഐറ്റംസ് വരുന്നത്. സ്ക്രൂസ്, അതുപോലെ കണക്ഷൻ്റെ ഒരു ഹോൾഡർ, പിന്നെ പവർ അഡാപ്റ്ററും, പിന്നെ ഡിവൈസും. ഇത്രയാണ് വരുന്നത് അതിൻ്റെ ഒപ്പം. നമുക്ക് ജസ്റ്റ് പവർ കണക്ട് ചെയ്ത് നോക്കാം. പവർ കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ സ്റ്റാറ്റസ് LED നിങ്ങൾക്ക് ഓറഞ്ച് കളർ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. ഇതാണ് എൻ്റെ ഇപ്പോൾ പവർ ബോട്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഡിവൈസ് ബോട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഒരു ഓറഞ്ച് ആയിട്ട് കാണിക്കുന്നത്. അത് വൈഫൈയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഗ്രീൻ കളറിൽ ഓൺ ആവുന്നത്. ഇപ്പോൾ ആ ഗ്രീനും അതുപോലെ ആ ഒരു യെല്ലോ ലൈറ്റ് ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് വൈഫൈ കണക്ട് ആയിട്ടുള്ള അർത്ഥം. അപ്പോൾ നമുക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ആ തന്നിരിക്കുന്ന QR കോഡ് വെച്ചിട്ട് ആ ഒരു യൂസറിനെ QR കോഡ് വെച്ചിട്ട് നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ടാപ്പോ ലിങ്ക് എന്നൊരു ആപ്പ്, അത് ഈ സ്ക്രീനിൽ കാണുന്ന TP-Link ടാപ്പ് എന്നൊരു ആപ്പുണ്ട്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് അതിൻ്റെ ഒരു ഇൻസ്റ്റാളേഷനും അതിൻ്റെ ബാക്കി പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഏകദേശം 120 MB വരുന്നുണ്ട് ഇതിൻ്റെ സൈസ് വരുന്നുണ്ട് ആപ്പിൻ്റെ. നമുക്ക് പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും ഇത് അവൈലബിൾ ആണ്. ഈ ആപ്പ് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ഈ ഡിവൈസിനെ ഫുൾ കൺട്രോൾ ചെയ്യുന്നതും എല്ലാ സെറ്റിങ്സ് ചെയ്യുന്ന എല്ലാം ഈ ആപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും അക്കൗണ്ട് തുടങ്ങേണ്ടി വരും. TP-Linkൻ്റെ അക്കൗണ്ട് നമുക്ക് തുടങ്ങേണ്ടി വരും. ഫസ്റ്റ് ഒരു 30 days അവർക്ക് ഫ്രീ ട്രയൽ ഉണ്ട്. അതായത് ക്ലൗഡ് സ്റ്റോറേജ് ഫ്രീ ട്രയൽ തരുന്നുണ്ട്. അത് ഞാൻ പേയ്മെൻറ്റ് ചെയ്ത് സ്റ്റോറേജ് വാങ്ങാൻ പറ്റും ഓൺലൈനിൽ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഓഫ്ലൈനായിട്ട് നമുക്കൊരു മെമ്മറി കാർഡ് 512 GB മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു മെമ്മറി കാർഡ് വാങ്ങിക്കഴിഞ്ഞാൽ ഇതിനൊരു ബാക്കിൽ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ സേഫ് ആയിട്ടിരുന്നോളും. അപ്പോൾ ഞാനൊരു ഇമെയിൽ ID ഇവിടെ പാസ്വേഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡിവൈസ് ഇപ്പോൾ കണക്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ആഡ് ഡിവൈസ് കൊടുക്കുക നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ട്. ഈ മുകളിൽ കാണുന്ന +സിമ്പിൾ നമ്മൾ ഡിവൈസ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ മുകളിൽ കാണുന്ന +സിമ്പിൾ കൊടുത്തിട്ട് ആഡ് ഡിവൈസ് കൊടുക്കുക.
അതിനുശേഷം നമ്മുടെ മോഡൽ നമ്പർ C320W സെലക്ട് ചെയ്യുക. അതിനുശേഷം വയർലെസ് സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഫോണും ഈ ക്യാമറ നമ്മൾ കണക്ഷനാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്, നമ്മുടെ ഡിവൈസ് കണക്ട് ചെയ്യേണ്ടതാണ് കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഏത് വൈഫൈയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ വൈഫൈൻ്റെ പാസ്വേഡ് ചോദിക്കും. നമ്മുടെ വീട്ടിലെ വൈഫൈൻ്റെ പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആ ബ്ലിങ്കിങ് നിന്നിട്ട് ഫുൾ ഗ്രീൻ ലൈറ്റ് കാണിക്കും. ഓക്കെ, ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്, കണ്ടോ, ബ്ലിങ്കിങ് നിന്നിട്ടുണ്ട്, ഇപ്പോൾ ഫുൾ ഗ്രീൻ ലൈറ്റ് കാണിക്കുന്നത്. അപ്പോൾ ആ ഡിവൈസും മൊബൈലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കിട്ടും. ഓക്കെ, ഇവിടെ ഡിവൈസ് കാണിക്കുന്നുണ്ട്. ആ ഡിവൈസ് സെലക്ട് ചെയ്ത് നമ്മൾ ഓക്കെ ക്യാമറ സെലക്ട് ചെയ്ത് ഗോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണിക്കും എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് കാണിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ക്യാമറ ഇതിൽ കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ക്യാമറ പ്രിവ്യൂ നമ്മുടെ മൊബൈലിൽ കാണുന്നത്. ജസ്റ്റ് ക്യാമറ ഒട്ടേത് കാണിച്ചുതരാം, എങ്ങനെയാണ് ക്ലിയർ എങ്ങനെയുണ്ടെന്ന് കാണിച്ചുതരാം. അത്യാവശ്യം നല്ല അടിപൊളി ക്ലാരിറ്റി കിട്ടുന്നുണ്ട് നമുക്ക് ഈ ഡിവൈസിൽ. അത് നന്നായിട്ട് കാണാനും പറ്റുന്നുണ്ട്. 2K റെസൊല്യൂഷൻ പറയുന്നത് നല്ല ക്ലാരിറ്റി ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ട്രസ്റ്റ് വർത്ത് പ്രൊഡക്റ്റാണ് ഈ TP-Link. അതുകൊണ്ടാണ് ഞാൻ പ്രൊഡക്റ്റ് ചൂസ് ചെയ്തത്. നല്ല രീതിയിൽ ക്ലാരിറ്റിയാണ്. നമുക്ക് വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് കണ്ടു നോക്കാം. ഞാനിത് ബാക്കി ഇത് ഫിറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ വീഡിയോ അതുപോലെ തന്നെ എല്ലാ മോഡ്സും സെറ്റിങ്സ് എല്ലാം അത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഈ മൊബൈലിൻ്റെ ആപ്സിലെ ഫീച്ചേഴ്സ് ഒന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഇവിടെ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ളൊരു ഇതുണ്ട്, അതായത് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നത്. അത് കഴിഞ്ഞാൽ സൗണ്ട് ഓഫ് ആക്കാനും ഓൺ ആക്കാനുള്ളൊരു ഓപ്ഷനാണ്. പിന്നെ വരുന്നത് നമ്മുടെ ഡിവൈസിൽ കോൾ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കോൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാമറയിൽ കോൾ പോകും. ഹലോ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ക്യാമറയിൽ കേൾക്കുക അവിടെ. ഹലോ 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 കേൾക്കുന്നുണ്ട് വിചാരിക്കുന്നു. ഹലോ അത്യാവശ്യം സൗണ്ട് ഉണ്ട്, പക്ഷേ വലിയ ലൗഡും അല്ല, എന്നാൽ അത്യാവശ്യം സൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ബിൽറ്റ് ഇൻ അലാം വരുന്നുണ്ട് ഇതിനുള്ളിൽ. അപ്പോൾ അതെങ്ങനെ നോക്കാം. ഇതാണ് അലാം വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഡിറ്റക്ഷൻ ചെയ്യുകയാണെങ്കിൽ അലാം അടിക്കും. അലാം ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്കത് തന്നെ അടിക്കും. എന്തെങ്കിലും ഡിറ്റക്ഷൻ വന്നു കഴിഞ്ഞാൽ അടിക്കും. പിന്നെ വരുന്നത് ലൈറ്റാണ് വരുന്നത്. നമുക്ക് ലൈറ്റ് ടേൺ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. രാത്രിക്കാണെങ്കിൽ ഫുൾ കളറിൽ കാണാനുള്ളൊരു ലൈറ്റ് ടേൺ ഓൺ ചെയ്യുന്ന ഓപ്ഷൻ കാണിക്കുന്നത്. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ലൈറ്റ് കാണുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ഏകദേശം ഒരു 6-7 മാസം പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അത്യാവശ്യം ഇതുവരെ കുഴപ്പമില്ല, എല്ലാം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുവരെ നമുക്ക് ഇതിൻ്റെ പ്രീമിയം ആദ്യത്തെ ഒരു മാസം നമുക്ക് ഫ്രീ ആയിട്ട് ക്ലൗഡ് സ്റ്റോറേജ് കിട്ടും. ഞാൻ അതുവരെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലൗഡ് സ്റ്റോറേജ് കിട്ടും. ഞാൻ ഇതിലൊരു മെമ്മറി കാർഡ് വാങ്ങി യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ബാക്കി സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. ജസ്റ്റ് ഞാൻ ഇതിൻ്റെ സെറ്റിങ്സ് കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഡിറ്റക്ഷനിൽ തന്നെ നമുക്ക് കുറേ ഓപ്ഷൻസ്, മോഷൻ ഡിറ്റക്ഷൻ, പേഴ്സൺ ഡിറ്റക്ഷൻ, വെഹിക്കിൾ ഡിറ്റക്ഷൻ, അങ്ങനെ എല്ലാം കാണിക്കുന്നുണ്ട്. നമുക്കത് ഓണാക്കാൻ ഓഫാക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അലാമിൻ്റെ ഓപ്ഷൻ, അലാം ഓണാക്കണം ഓഫാക്കണം. അതുപോലെ സ്റ്റോറേജ്, റെക്കോർഡിങ്, മെമ്മറി നമ്മൾ ഇട്ടിട്ടില്ല. 512 GB മെമ്മറി നമുക്ക് ഇടാൻ പറ്റും അതിനകത്ത്. പിന്നെ അതുപോലെ തന്നെ സെറ്റിങ്സിൽ പോയി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കെല്ലാം കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ജസ്റ്റ് ഞാൻ സെറ്റിങ്സിലൂടെ കാണിച്ചു തരികയാണ് നമുക്ക്. പിന്നെ പ്ലേ ബാക്ക് ആൻഡ് ഡൗൺലോഡ് വരുന്നത്. അത് നമ്മൾ മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ പ്ലേ ബാക്ക് ആൻഡ് ഡൗൺലോഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൽ സെറ്റിങ്സ്. ഇതാണ് നമ്മൾ മെമ്മറി കാർഡ് വാങ്ങി 128 GB മെമ്മറി കാർഡ് വാങ്ങിയിരുന്നത് സാംസങ്. ഇതിന് ഏകദേശം റേറ്റ് വരുന്നത് ഒരു 600 റുപ്പീസിൻ്റെ റേറ്റ് വന്നതിൻ്റെ ഓർമ്മ. ഞാൻ ആ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് പ്രൊഡക്റ്റിൻ്റെ, നിങ്ങൾക്ക് കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഈ മെമ്മറി കാർഡ് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ റിമൂവ് ചെയ്തിട്ട് അതിൽ വേണം ഇടാൻ. കുറച്ചുകൂടി സേഫ്റ്റി ആയിട്ട് ഇരിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് എടുത്തിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്കിത് റിമൂവ് ചെയ്ത് അതിനുള്ള മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യാം. ഈ ആൻറ്റിന നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. വൈഫൈ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ആൻറ്റിനയാണ്. ഞാൻ ഈ പ്രൊഡക്റ്റ് ഇൻസ്റ്റാൾ വേണ്ടി അടുത്തുള്ള ഇലക്ട്രിക് ഷോപ്പിൽ നിന്നൊരു ബോക്സ് വാങ്ങിയിരുന്നു. ഏകദേശം 80 റുപ്പീസിൻ്റെ താഴെ വലിയൊരു ബോക്സാണത്. അപ്പോൾ ഈ ബോക്സിൽ ഈ ഒരു ക്യാമറ ഫിറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഞാൻ അത് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ സ്ക്രൂ ഇതിൽ ചെയ്തിട്ട് ഞാൻ ബോക്സ് മുകളിൽ കൊടുക്കാവുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഞാനത് ഫിക്സ് ചെയ്തിട്ട് കാണിച്ചിട്ട് എങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഈ താഴത്തെ ഒരു ഇതിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. അതിനുശേഷം വയറിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തു. അതിനുശേഷം ഞാനത് മുകളിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്. എൻ്റെ വീടിന് മുകൾ സൈഡിൽ പുറത്താണ് വെച്ചിരിക്കുന്നത്. അതിൽ ഷെഡിൽ മുകളിലായിട്ട് ഇതെങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അഡാപ്റ്ററാണ് ഇപ്പോഴത്തെ ബോക്സിലിരിക്കുന്നത്. ഈ താഴെ കാണുന്ന ബോക്സിൽ അഡാപ്റ്റർ ഇരിക്കുന്നത്. അതിൽ വയർ ഞാൻ കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഈ മുകളിൽ കൂടെ അങ്ങനെ പൈപ്പ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. വയർ ഒരിക്കലും പുറത്തുകൂടെ കൊടുക്കരുത്. നമ്മൾ വയറിട്ട് കറക്റ്റായിട്ട് ഒരു പൈപ്പ് കൂടെ കൊടുക്കണം. അല്ലെങ്കിൽ ഷോർട്ടായി പോകും. പിന്നെ നല്ല ക്വാളിറ്റി വയർ ഉപയോഗിക്കാൻ ശ്രമിക്കുക ചെയ്യുമ്പോൾ. ഇപ്പോൾ ക്യാമറ ഓണാണെങ്കിൽ ഗ്രീൻ ലൈറ്റ് കാണുന്നുണ്ട്. ഫുൾ റെക്കോർഡിങ് ഓണാണ്. ഇപ്പോൾ ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് ഞാൻ. ഇങ്ങനെയാണ് ലൈറ്റ് കാണുമ്പോൾ പകലിൽ. രാത്രി ഞാൻ കാണിക്കാം എങ്ങനെയാണ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലുണ്ടെന്നുള്ളത്. അതുപോലെ അലാം അടിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് കാണിക്കാം ഞാൻ അതിനകത്ത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ വീഡിയോ ക്ലിപ്പ്. അത് ഞാൻ മൊബൈലിൽ കാണുന്ന സ്ക്രീൻ റെക്കോർഡ് ചെയ്തതാണ്. നമുക്ക് എങ്ങനെയാണ് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം, ആൾക്കാർ വന്നതും അതൊക്കെ ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കാം. ഇതിൽ താഴെ കാണുന്ന ഗ്രീൻ ഡോട്ട്സാണ് മൂവ്മെൻറ്റ്സുള്ള സീൻസാണ്. അപ്പോൾ നമുക്ക് ഗ്രീൻ ഡോട്ട്സ് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആരെങ്കിലും വന്നിട്ടുണ്ടോ, അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് കാണിക്കും. അതാണ് ഗ്രീൻ അടിയിൽ കാണിക്കുന്നത്. നമുക്ക് ഗ്രീൻ ലൈനിലേക്ക് സ്വൈപ്പ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് വണ്ടി വരുന്നത്, ആൾ വരുന്നത് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് നോക്കിയതാണ്. നമുക്ക് വണ്ടിയുടെ നമ്പർ കാണുന്നുണ്ടെന്നുള്ളത് കാണിക്കാൻ വേണ്ടി സൂം ചെയ്തതാണ്. വണ്ടിയുടെ നമ്പർ ക്ലിയറായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ കാണുന്നതിന് നൈറ്റ് വ്യൂ ആണ്. അത് നൈറ്റിൽ ഇൻഫ്രാറെഡ് വ്യൂ ആണ്. ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുക. നമ്മൾ ലൈറ്റ് ഓൺ ആക്കിയാൽ മാത്രമേ ഫുൾ കളർഫുൾ കാണാൻ പറ്റുള്ളൂ. അതായത് ഈ ഡിവൈസിൽ ലൈറ്റ് ഓൺ ആക്കിയിട്ട് കളർഫുൾ കാണാൻ പറ്റുള്ളൂ. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് നമുക്ക് നോർമലി കാണാൻ പറ്റുന്നത് നൈറ്റാണെങ്കിൽ നമുക്ക് ആ ഗ്രീൻ ഡോട്ട്സ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും വണ്ടി വരുന്നത്, എന്ത് മൂവ്മെൻറ്റും കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ആപ്പിൽ തന്നെ നമുക്ക് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് മോഷൻ ഡിറ്റക്ഷനും അതുപോലെ പേഴ്സൺ ഡിറ്റക്ഷൻ, വെഹിക്കിൾ ഡിറ്റക്ഷൻ കുറേ നമുക്ക് ഓൺ ആക്കിയിടാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഈ വാതിൽ കാണുന്നിടത്തൊക്കെ നമുക്കൊരു മാർക്കിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും മൂവ്മെൻറ്റ് ഒരു മാത്രം നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് അലാം അടിക്കും, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരെ കാണിക്കും. ഈ മൊബൈൽ ആപ്പിൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗാണ് ഞാൻ കാണിക്കുന്നത്. അതിലുള്ള ഫീച്ചേഴ്സും എങ്ങനെ ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഞാൻ കാണിക്കുകയാണ്. ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ ഇട്ടാൻ വേണ്ടി കാണിച്ചുകൊണ്ടിരിക്കുകയാണത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഗാലറി അതുപോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കിട്ടുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. റൊട്ടേറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. അതായത് ഇതിൽ രാത്രി LED ബൾബ് ഓൺ ആക്കുമ്പോൾ എങ്ങനെ ലൈറ്റിലേക്ക് കളർഫുള്ളിലേക്ക് മാറുന്നത് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഇപ്പോൾ ഓഫാക്കി ഇൻഫ്രാറെഡിലേക്ക് തിരിച്ച് പോയിട്ടുണ്ട്. അതേപോലെ ബാക്കി ഫീച്ചേഴ്സും സെറ്റിങ്സും എങ്ങനെയൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കിക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമുക്കൊരു പ്രത്യേക ഏരിയ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അവിടുത്തെ മൂവ്മെൻറ്റ് മാത്രം ക്യാപ്ചർ ചെയ്യാനുള്ളതും അലാം വരാനുള്ള ഓപ്ഷൻസുമാണ്. അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ ടൈമിൽ ഇത് സെറ്റ് ചെയ്യണം എന്നുള്ളത് ആ ഒരു
ബ്ലൂ കളറിൽ കാണിക്കുന്നത്, കലണ്ടറിൽ കാണിക്കുന്നത് ടൈമിങ് കാണിക്കുന്നതാണ്. നമുക്ക് ഏത് ടൈമിലാണെന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തെടുത്താൽ അത് ഈസിയാണ്. ഇതിപ്പോൾ ഞാൻ മൊബൈൽ ആപ്പ് വെച്ചിട്ട് ആ ഒരു ഗ്രീൻ കളർ ഡോട്ട് വന്നിട്ട് ഇവിടെ ആരെങ്കിലും മൂവ്മെൻറ്റ് ഉണ്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതാണ്. അതേപോലെ കോൾ ഫീച്ചറാണ് ഈ കാണുന്നത്. നമുക്ക് ഒന്നിൽ കൂടുതൽ ഡിവൈസ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഡിവൈസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആ ഒരു മൊബൈൽ വെച്ചിട്ട് നമുക്ക് സ്വൈപ്പ് ചെയ്ത് എല്ലാ ഡിവൈസും എല്ലാ ക്യാമറയും പ്രിവ്യൂ കിട്ടാനുള്ളൊരു ഫീച്ചർ ഈ ആപ്പിലുണ്ട്. ഇതാണ് ഇതിൻ്റെ നൈറ്റ് വ്യൂ വരുന്നത്. അതുപോലെ ലൈറ്റ് കത്തുമ്പോൾ എത്ര പ്രകാശം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ക്യാമറയിൽ കറക്റ്റായിട്ട് കിട്ടുന്നില്ല, പക്ഷേ അത്യാവശ്യം നല്ല പ്രകാശത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ക്യാമറ കുറിച്ച് പറയാനുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡിവൈസാണ്. വീഡിയോ ക്വാളിറ്റി ആണെങ്കിലും അതിൻ്റെ ഫീച്ചേഴ്സ് ആണെങ്കിലും എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഡിവൈസാണ്. ഞാനിപ്പോൾ ഈ ഡിവൈസ് ഉപയോഗിക്കേണ്ട ഏകദേശം 6 മാസത്തിന് മുകളിലായി. ഇതുവരെ പ്രശ്നമൊന്നുമില്ല, എല്ലാം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കണക്ഷൻ എറർ ഒന്നുമില്ല. ഞാൻ അന്ന് വൈഫൈ കണക്ട് ചെയ്താണ്, ഇതുവരെ പിന്നെ തിരിഞ്ഞ് നോക്കേണ്ട വന്നിട്ടില്ല. ഭയങ്കര ഫാസ്റ്റായിട്ട് കണക്ട് ആവുന്നുണ്ട്. എൻ്റെ അടുത്ത് വേറെ 2-3 CCTV ക്യാമറ ചെറുതുണ്ട്, MIയുടെ അതുപോലെ തന്നെ CP+ൻ്റെ ഉണ്ട്, വീടിൻ്റെ 2 സൈഡിലോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനായിട്ട് ഭയങ്കര ഫാസ്റ്റാണ് ഈ ടാപ്പോൻ്റെ ഒരു ക്യാമറ, അതുപോലെ എൻ്റെ ആപ്പും കാര്യങ്ങളെല്ലാം. ഇതിൻ്റെ 2 മോഡൽ അവൈലബിൾ ആണ്. ഒന്ന് 2K ലും 4K റെസൊല്യൂഷൻ അവൈലബിൾ ആണ്. ഞാൻ 2ൻ്റെ പ്രൊഡക്റ്റ് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റുന്ന പ്രൊഡക്റ്റാണിത്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാം കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റാണിത്. റെസൊല്യൂഷൻ ആണെങ്കിലും ഓഡിയോ ക്വാളിറ്റി ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ലിങ്കിൽ പർച്ചേസ് ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.